അതിരാവിലെ എണീറ്റിരുന്ന് പഠിക്കണം എന്നുള്ളതാണ് ഒരു ചര്യയായി കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കുട്ടികൾ രാത്രി 1 മണിയും 2 മണിയും വരെ കുത്തിയിരുന്ന് പഠിക്കുന്നതായാണ് കണ്ടുവരുന്നത്. ഇതിന് രണ്ടിനും പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ല എന്ന് പറയാം. ഏതാനും ചില ഗുണങ്ങളുള്ളത്, രാവിലെ എണീറ്റ് പഠിച്ചാൽ കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് പഠിക്കാൻ പറ്റും. രാത്രി ഇരുന്ന് പഠിച്ചാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള, മറ്റ് പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ലാത്ത, ശബ്ദങ്ങളധികമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ പറ്റും. ഏതാണോ കുട്ടിയുടെ വ്യക്തിത്വത്തിന്, കുട്ടിയുടെ രീതിക്ക് യോജിച്ചത്, ആ രീതി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ സാധാരണ ശ്രദ്ധിക്കാൻ പറ്റുന്നത്, അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നത് ഏകദേശം 20 മിനിറ്റ് നേരമാണ്. എത്ര സമയം ആ കുട്ടി ഒരു ദിവസം പഠിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ആ കുട്ടി തന്നെയായിരിക്കണം. മാതാപിതാക്കൾക്ക് കുട്ടി പഠിക്കേണ്ട രീതി അനുവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ചില കുട്ടികൾക്ക് ഒരു തവണ വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. അവരോട് 8-10 മണിക്കൂർ വായിക്കണമെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ചില കുട്ടികൾക്ക് എത്ര വായിച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അവർക്ക് കുറച്ച് കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി നമ്മുടെ പ്രേരണ ആവശ്യമായിട്ട് വരും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 20 മിനിറ്റ് ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വിഷയത്തിലേക്ക് മാറുകയോ അല്ലെങ്കിൽ മനസ്സിന് അയവ് കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ, ഉദാഹരണം ഒരു 2-3 മിനിറ്റ് ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചെറിയ ഒരു ഭക്ഷണ സാധനം കഴിക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിത്തം കുറച്ചുകൂടി നല്ല രീതിയിൽ നടക്കാൻ നമ്മളെ സഹായിക്കും. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ്. സാധാരണഗതിയിൽ മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ്. എന്നാൽ വിശദമായി നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, മൾട്ടി ടാസ്കേഴ്സിന് അധികം കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ മറ്റൊരു പ്രയോജനം വരുന്നത്. അതായത് പൂർണ്ണമായും ശ്രദ്ധ ഒരു കാര്യത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ നന്നായി മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കും. പഠിക്കുന്ന അതേ സമയത്ത് തന്നെ പാട്ട് കേട്ടാൽ കുട്ടിയുടെ ശ്രദ്ധ കുറച്ച് പാട്ടിലേക്ക് വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 20-30 മിനിറ്റ് ഇടവിട്ട് കുറച്ച് സമയം പാട്ട് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുട്ടികൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു വിഷയം പഠിച്ചു തീർത്തിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകണോ, അല്ലെങ്കിൽ പല വിഷയങ്ങൾ പല സമയത്തായിട്ട് ഒരുമിച്ച് പഠിക്കണോ എന്നുള്ളത്. ഏറ്റവും നല്ലത് ഒരു പ്രത്യേക സമയത്തേക്ക് ഒരു വിഷയം പഠിച്ച് അത് വളരെ ബോറിംഗ് ആയിട്ട് കുട്ടിക്ക് തോന്നിയാൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കുക. അതല്ല, ഒരു വിഷയം പൂർത്തിയാക്കിയിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകാനാണ് കുട്ടിക്ക് താല്പര്യമെങ്കിൽ ആ രീതിയിൽ പോകുന്നതും കുഴപ്പമില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നത് കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ വിഷയത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാവാം, കുട്ടിക്ക് അമിതമായ മാനസിക സമ്മർദ്ദമുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ ക്ഷീണമുള്ളത് കൊണ്ടാവാം. 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നത്, ഉറക്കം വരുന്ന സമയത്ത് കുറച്ച് ഒരു 3-4 മിനിറ്റ് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുവായ വ്യായാമം ചെയ്യുകയോ ചെയ്തതിന് ശേഷം കുട്ടി പഠിത്തത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ പഠിക്കാനിരിക്കുന്ന സ്ഥലവും ദിശയും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുന്നത്, ആ ഡയറക്ഷനും ഇരിക്കുന്ന സ്ഥലവും മാറ്റുക. ചില കുട്ടികൾ കാല് തണുത്ത വെള്ളത്തിലിട്ടുകൊണ്ട് പഠിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പല പല മാർഗങ്ങളാണ്. കുട്ടിക്ക് തൻ്റെ മനസ്സ് ഊർജ്ജസ്വലമായിട്ടിരിക്കാൻ എന്താണോ സഹായിക്കുന്നത് അത് നമുക്ക് പഠനത്തെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതൊന്നും ശരീരത്തിന് ദോഷം തരുന്ന കാര്യങ്ങളല്ല. കുട്ടിക്ക് രസകരമായ രീതിയിൽ പഠിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠനത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. ചില അച്ഛനമ്മമാർ പറയാറുണ്ട്, അവൻ ഇരുന്ന് വായിക്കുന്നില്ല, ഉറച്ച് വായിക്കുന്നില്ല, കിടന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ മുറിയിൽ നടന്നുകൊണ്ട് പഠിക്കുന്നു. ഇതിലൊന്നും കാര്യമില്ല. കുട്ടിക്ക് ഏത് രീതിയിലാണോ പഠിക്കാൻ താല്പര്യം ആ രീതിയിൽ പഠിക്കാൻ കുട്ടിയെ നമ്മൾ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇരുന്ന് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് നമ്മൾ പറയുന്നത് കിടന്നാൽ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്.
കുട്ടിക്ക് രസകരമായ രീതി ഏതാണോ ആ രീതിയിൽ പഠിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈ ചിന്തകളെ നമുക്ക് മുൻവിധികളില്ലാതെ കാണാൻ കുട്ടികളെ സഹായിക്കും. ഉദാഹരണത്തിന് ഒരു ചിന്ത വരും, എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. സാധാരണ രീതിയിൽ ഇത്തരമൊരു ചിന്ത ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ കുട്ടി ആ ചിന്തയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ആ ചിന്ത കൂടുതലായിട്ട് അയവിറക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ആ ചിന്തയെ ശ്രദ്ധിക്കുന്നതിലൂടെ ഇത്രയും നാൾ താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഇത്തരമൊരു ചിന്ത തനിക്കുണ്ടാകുന്നു എന്ന് ശ്രദ്ധിച്ചെടുക്കാൻ കുട്ടിക്ക് സാധിക്കും. അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ കുട്ടിക്ക് ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ചിന്തകളെ പ്രത്യേകിച്ച് ഒരു മുൻവിധിയോടെ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റോട് കൂടി കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും ചിന്തകൾ നമുക്ക് ശല്യങ്ങളായി തോന്നുന്നത്. ചിന്തകളൊന്നും യാഥാർത്ഥ്യങ്ങളല്ല, അവ വെറും ചിന്തകൾ മാത്രമാണ് എന്ന സത്യം കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു വഴി. എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ മുതിർന്നവർക്കും ഒരുപോലെ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. സ്റ്റോപ്പ് എന്ന് പറയുന്നത്, എസ് എന്ന് പറയുന്നത് സിറ്റ് സംവെയർ, എവിടെയെങ്കിലും സ്വസ്ഥമായും സമാധാനമായിട്ടും ഇരിക്കുക. ടി എന്ന് പറയുന്നത് ടേക്ക് എ ബ്രത്ത്, ശ്വാസം അകത്തേക്ക് എടുക്കുക, സമാധാനമായി പുറത്തേക്ക് വിടുക. ഒ എന്ന് പറയുന്നത് ഒബ്സർവ്, ആ ശ്വാസം നന്നായി അകത്തേക്ക് പോകുന്നതും പതുക്കെ പുറത്തേക്ക് പോകുന്നതും നന്നായിട്ട് നിരീക്ഷിക്കുക. പി എന്ന് പറയുന്നത് പ്രൊസീഡ്. ചുരുക്കത്തിൽ സമാധാനമായിട്ട് ഒരിടത്തിരുന്ന് ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്ന രീതികൾ വെറുതെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ ശ്വാസം ശ്രദ്ധിക്കുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഒരു കഴിവ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ആർക്കും പരിശീലിക്കാവുന്ന ഒരു ചെറിയ മാർഗമാണിത്. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ ഇത് പരിശീലിക്കാനാണ് നമ്മൾ സാധാരണയായി കുട്ടികളോട് പറയുന്നത്. 20 മുതൽ 30 വരെ നിമിഷങ്ങൾ ആദ്യ ദിവസം തന്നെ കുട്ടിക്ക് ഇരിക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ആദ്യം 5 മിനിറ്റ് തുടങ്ങുക, പതുക്കെ 10, 15 ഇങ്ങനെ കൂട്ടി ഒരു 30 മിനിറ്റ് വരെ ദിവസം, അല്ലെങ്കിൽ 15 മിനിറ്റ് വീതം 2 നേരം പരിശീലിക്കുന്നതിലൂടെ ശ്രദ്ധാപൂർണത അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇതും ഓരോ കുട്ടിയും സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ നമുക്ക് 2-3 രീതികളെ അറിയാമായിരുന്നുള്ളൂ: കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക, വായിച്ച് പഠിക്കുക. എന്നാൽ ഇന്ന് പഠിക്കാൻ വേണ്ടി ഒരുപാട് രീതികളുണ്ട്. എഴുതി പഠിക്കുക, എഴുതിപ്പിച്ച് പഠിക്കുക, കേട്ട് പഠിക്കുക, കേൾപ്പിച്ച് പഠിക്കുക, വായിച്ച് പഠിക്കുക, വായിപ്പിച്ച് പഠിക്കുക. ഇതുപോലെ തന്നെ ചിരിച്ച് പഠിക്കുക, ചിരിപ്പിച്ച് പഠിക്കുക, വേറൊരാളെ പഠിപ്പിച്ച് പഠിക്കാം. ഇങ്ങനെ ഒരുപാട് രീതികൾ. നമുക്ക് സ്പർശിച്ചുകൊണ്ട് പഠിക്കാം, നമുക്ക് ഇമോഷണലായിട്ട് ഒരു സബ്ജക്റ്റ് വൈകാരികമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പഠിക്കാം. കുട്ടിക്ക് പഠിക്കാനുള്ള ഏത് സെൻസ് ഓർഗാനാണ് കൂടുതൽ ആക്റ്റീവാണ്? ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിൽക്കും, ചിലർക്ക് കേട്ട് കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കും, ചിലർക്ക് വേറൊരാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കും. ഏത് ഫാക്കൽറ്റിയാണോ അല്ലെങ്കിൽ ഏത് രീതിയാണോ കുട്ടിക്ക് കൂടുതൽ പ്രയോജനപ്രദമായിട്ട് തോന്നുന്നത് ആ രീതി ഫോളോ ചെയ്യാൻ കുട്ടിയെ നമുക്ക് പ്രേരിപ്പിക്കണം. ഇതിനുവേണ്ടി അച്ഛനമ്മമാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അധ്യാപകർ ചെയ്യേണ്ടത് കുട്ടി ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ കണ്ടെത്താനും ആ രീതിയെപ്പറ്റി കുട്ടിക്ക് കൂടുതൽ അറിവുകൾ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആവർത്തിച്ച് വായിക്കുക, നോക്കി വായിക്കുക, മനസ്സിൽ ഇത് വീണ്ടും വീണ്ടും പറയുക. എന്നാൽ ഇന്ന് ശാസ്ത്രീയമായി നമ്മൾ പറയുന്നത് മനഃപ്പാഠമാക്കലിനെക്കാട്ടിൽ കൂടുതൽ പ്രയോജനം ഇതിൻ്റെ ചിത്രങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെവികളിൽ കൂടിയോ അല്ലെങ്കിൽ കണ്ണുകളിൽ കൂടിയോ ഇതിൻ്റെ ബിംബങ്ങളോ പ്രതിബിംബങ്ങളോ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മളെ കൂടുതൽ പഠിക്കാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ്. മനഃപ്പാഠമാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രയോജനമാണ് ലിങ്ക് മെത്തേഡ്, പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള മാർഗങ്ങളെല്ലാം കുട്ടികൾ
സാധാരണ രീതിയിൽ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഒരു വ്യക്തി ഉറങ്ങേണ്ടത്. എന്നാൽ പലപ്പോഴും പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത്രയൊന്നും ഉറങ്ങാൻ പറ്റില്ല. ചില കുട്ടികൾ 2-3 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ ചില കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. അത്തരം കുട്ടികളെ കൂടുതലായിട്ട് നമ്മൾ ബലം പിടിച്ച് ഉറക്കണോ അതോ അവരെ പഠിക്കാൻ സമ്മതിക്കണോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. ഏറ്റവും നല്ലത് സാധാരണ രീതിയിൽ കുട്ടി പഠിച്ച് ക്ഷീണിച്ച ഒരവസ്ഥയിലാണെങ്കിൽ ഉറങ്ങാൻ പ്രേരിപ്പിക്കുക. അമിതമായ ആകാംക്ഷയിലാണെങ്കിൽ കുട്ടിയോട് സംസാരിച്ച് കുറച്ച് റിലാക്സ് ചെയ്യിച്ചതിന് ശേഷം കുറച്ച് സമയം കൂടി പഠിക്കാൻ കുട്ടിക്ക് വേണമെങ്കിൽ അത് നൽകുക. 6 മുതൽ 8 മണിക്കൂർ എന്ന് വരെയുള്ളത് നമ്മൾ വളരെ വ്യക്തമായി പാലിക്കേണ്ട ഒരു മാനദണ്ഡമല്ല. പരീക്ഷ സമയത്ത് ചില കുട്ടികൾക്ക് കൂടുതൽ പഠിക്കുന്നത് സഹായകമായേക്കാം. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് ദയവായി ഒന്നും പുതിയതായി വായിക്കാതിരിക്കുക. മണിയടിച്ച് പരീക്ഷാ ഹാളിൽ കയറിക്കഴിഞ്ഞാൽ കുട്ടി ആകപ്പാടെ ചെയ്യേണ്ടത് ചെറിയ ഒരു കാര്യം, ഒരു ശ്രദ്ധ നിലനിർത്താൻ ശ്രമിക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സ്വന്തം ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത്, ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുകയും കുറച്ച് പ്രയാസമുള്ള ചോദ്യങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുക. സാധാരണ നമ്മളെല്ലാം കാണിക്കുന്ന ഒരു പ്രവൃത്തി, അറിയാവുന്ന ചോദ്യങ്ങൾ എത്രമാത്രം കൂടുതൽ എഴുതാമോ അത്രമാത്രം കൂടുതൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതുമൂലം പലപ്പോഴും പറ്റുന്നത് പരീക്ഷയുടെ അവസാനം എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിച്ച കാര്യത്തിന് മാത്രം ഉത്തരം എഴുതുക എന്നുള്ളതാണ് 2ാം ഘട്ടം. ആദ്യമായി ഒന്ന് റിലാക്സ് ചെയ്യുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. 2ാമത്തെ കാര്യം ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതുക. 3ാമത്തെ ഘട്ടം, പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എഴുതിയ ഉത്തരങ്ങളിൽ സംതൃപ്തിയുണ്ടോ എന്ന് ഒന്ന് വായിച്ചു നോക്കുക. അക്ഷരത്തെറ്റുകൾ, കണക്കുകൂട്ടലിലെ പിഴവുകൾ എന്നിവയെല്ലാം തീർക്കാൻ ഇത് സഹായിക്കും. ചോദ്യങ്ങളുടെ നമ്പറുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സ്വന്തം നമ്പർ പേപ്പറിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ പേപ്പർ കൃത്യമായി ഡ്യൂട്ടിയിലുള്ള അധ്യാപകനെ ഏൽപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഒരു വലിയ ഘടകമാണ്. പലപ്പോഴും ഇതിലേതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം നന്നായി ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം നന്നായി എഴുതി എന്ന സംതൃപ്തിയോടുകൂടി നമുക്ക് പരീക്ഷാ ഹാൾ വിട്ട് പോകാൻ സാധിക്കും.